യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന. ഗുണ്ടായിസോ മകനെ പെരുവഴിയിലാക്കി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയെന്ന് യുവതിയുടെ പരാതി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ അമൃത എൻ ജോസ് ആണ് പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങായിരുന്നു. ഞാനുണ്ട്, എൻ്റെ മകനുണ്ട്, സഹോദരനുണ്ട്, കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂർ റോഡിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അവിടെ ചെന്ന് വണ്ടി നിർത്തിയതും ഒരു സംഘം പോലീസുകാർ, സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ വന്ന് ഞങ്ങളുടെ അടുത്ത് വളരെ മോശമായി, ഒന്നും തന്നെ എന്താണ് കാരണം എന്ന് പോലും പറയാതെ നേരെ നമ്മുടെ വണ്ടിയുടെ ഡോറ് തുറക്കുകയും അതിക്രമിച്ച് തുറന്ന് ഫുൾ സെർച്ച് ചെയ്യുകയും ചെയ്തു. അപ്പം ഞങ്ങൾ എന്താണ് കാര്യം സാർ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് റീസൺ എന്ന് പറയുകയോ വളരെ മോശമായിട്ട്, ആ ചോദിച്ചതിന് വളരെ മോശമായിട്ട് അവർ പ്രതികരിക്കുകയാണ് ഞങ്ങളുടെ അടുത്ത് ചെയ്തത്. ഈ പ്രതികരിച്ച കാര്യം എൻ്റെ ബ്രദർ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ അവൻ്റെ ഫോൺ തട്ടിപ്പറിക്കുകയും അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങനെയാണ് അവരെ എതിർത്തത്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവിടെ ജനങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ കൂടി അയാൾ പെട്ടെന്ന് തന്നെ SI വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറി ഭയങ്കര മാന്യനായിട്ട് ഞാനിങ്ങനെ വണ്ടി നിങ്ങളുടെ അടുത്ത അനുവാദം ചോദിക്കാതെ വണ്ടി തുറന്നിട്ടില്ല, സെർച്ച് ചെയ്തിട്ടില്ല, ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല, ആ രീതിയിൽ ഫോൺ തട്ടിപ്പറിച്ചിട്ടില്ല, ആ രീതിയിലാണ് സംസാരിച്ചത്. ആ സംസാരിക്കുന്ന നേരത്ത് തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട്, അവരവിടെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇയാൾ ഈ ചെയ്തതിന് നേരെ മാന്യമായി നിന്ന് സംസാരിക്കുകയാണ്, അത് വീഡിയോ എടുക്കുകയാണ്, കൂടി നിന്ന ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം, ഞാൻ അത്രയും ഫുൾ മാറിയ പോലെയാണ് ആ മനുഷ്യൻ. ആ രീതിയിലല്ല, മൊത്തം മാറിയാണ് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് CIയുടെ നേതൃത്വത്തിൽ അടുത്ത ഒരു ജീപ്പ് പോലീസ് വന്നു. എന്താണ് കാരണം, ഇത്രയും വലിയ എന്ത് കുറ്റാണ് ഞങ്ങൾ എന്താണെന്ന് ഒന്നും അറിഞ്ഞിട്ടില്ല, ഇതിന് ചോദിക്കണതിന് കാരണം പറയുന്നില്ല, ഇതിന് മാത്രം എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ സെർച്ച് ചെയ്യണു, ഞങ്ങളുടെ വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളും നോക്കണു, അതൊക്കെ ക്ലിയർ ആയിരുന്നു. ഇതിനൊന്നും ഞങ്ങൾ ചോദിച്ചതിന് എന്താണ് ചോദിക്കുന്നുണ്ട്, ഇതിനൊന്നും ഇവർ ഉത്തരം പറയുന്നില്ല. അപ്പോഴേക്കും ചോദിച്ചതിന് അത്രയും ദേഷ്യം അവർക്ക്, അത്രയും ഞങ്ങൾ ഇതിന് കാരണം ചോദിച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ബ്രദറിനെ പിടിച്ച് വലിച്ച് റോഡ് ക്രോസ് ചെയ്ത് വലിച്ചു കൊണ്ടുപോവുക. ഈ കാരണം നോക്കിയിട്ട് നല്ല അടി കൊടുത്ത് ഇവൻ ഫുൾ ചോരയൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്നെയും, എൻ്റെ മകനുണ്ട് എൻ്റെ കൂടെ, എൻ്റെ മകൻ അവിടെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിട്ടുള്ളത്, എൻ്റെ കുട്ടിയുണ്ട് കൂടെ, എന്താണ് കാര്യം എന്ന് നിങ്ങൾ പറയൂ. ഇതൊന്നും പറയാതെ തന്നെ എന്നെ വലിച്ചു കൊണ്ടുപോവുക, കൈ പിടിച്ച് തിരിച്ചവർ വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. മഞ്ചേരി സബ് ഇൻസ്പെക്ടറും പോലീസുകാരും തന്നോട് അപമര്യാദയായി പെരുമാറിയതായാണ് ദൃശ്യങ്ങൾ സഹിതം യുവതി പരാതി നൽകിയിരിക്കുന്നത്. 10 വയസ്സുകാരനായ കുട്ടി ഒപ്പമുണ്ടായിട്ടും പോലീസ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞു. സംഭവങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച സഹോദരനിൽ നിന്നും ഫോൺ ബലം പ്രയോഗിച്ച് കൈക്കലാക്കിയെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ CIയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘമെത്തി തന്നെയും അനുജന്മാരെയും വലിച്ചിഴച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്നും 10 വയസ്സുള്ള മകനെ റോഡിൽ നിർത്തിയാണ് കൊണ്ടുപോയതെന്നുമാണ് അമൃത ആരോപിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയതായും അമൃത വ്യക്തമാക്കി. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വാഹന പരിശോധന തടസ്സപ്പെടുത്തിയതിനാലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് പോലീസിന്റെ വാദം. ഗുണ്ടായിസോ മഞ്ചേരി സ്റ്റേഷൻ എവിടെ അറിയോ? പോയി ഒന്നുമില്ലടാ, ആരെങ്കിലും വീഡിയോ എടുത്തോ? എന്നെ
സാറേ യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.